എല്ലാ മാന്യപ്രേക്ഷകർക്കും മഞ്ജൂസ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുവാണ് അടുത്ത് വരുന്നത് അല്ലേ? അപ്പം എല്ലാവരും എല്ലാവരും 3-4 പേര് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണി കാണും നേരം കമലാനേത്രൻ്റെ കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഇതിൻ്റെ തിരുവാതിര സ്റ്റെപ്പുകളൊന്ന് കോറിയോഗ്രാഫി ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്പുകളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. തുടങ്ങാം. നമുക്ക് നോക്കുക. ആദ്യത്തെ ചൂട് സാധാരണ നമ്മൾ തിരുവാതിരയെ കളിക്കുന്ന ചൂട് തന്നെ. കണി കാണും നേരം കമലാനേത്രൻ നിറമേറും വളരെ സിമ്പിൾ ചുവടാണ്, ഒന്നുമില്ല. നമ്മൾ കാല് മുന്നോട്ടേക്ക് വെച്ചിട്ട് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അതാ കണി കാണും നേരം. ആ നേരത്തിന് നമ്മൾ എന്ത് ചെയ്യും? 3 4. മനസ്സിലായി? അതുപോലെ കമലാനെ ഫ്രണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 3 4 അങ്ങനെ എടുക്കണം. ക്ലിയർ ആയോ? ഇന്നോട് ഒന്ന് നോക്കിക്കേ. ഭയങ്കര ഒച്ചയാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ വീടിരിക്കുന്ന ഒരു ലൊക്കേഷനാണിത്. കണ്ടോ, നേരെ ഫ്രണ്ടിൽ വഴിയാണേ. അപ്പോൾ ഈ വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വെളിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ ഒരു പ്രശ്നം കാണത്തില്ല. വീഡിയോ എടുത്ത് തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും ഇതുപോലൊരു 10 വണ്ടിയെങ്കിലും ഇതുവഴി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വീഡിയോയുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചൂടെന്ന് നോക്കിക്കേ. ഇത് ഈ താളം ഒരു പ്രത്യേക രീതിയിലല്ലേ ഈ കണി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട് താളത്തിനൊന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങനെ കറങ്ങി വരണം. ഇതിൻ്റെ കാൽഭാഗം മാത്രമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ രണ്ട് കാലിന് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കണി കാണും നേരം കമലനെ തൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഇത് മനസ്സിലായോ? ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിഞ്ഞു വന്ന് നിൽക്കണം. ഇനി സൈഡിലേക്ക് തിരിയുന്നു. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അതായത് കനകക്കിങ്ങിണി വളകൾ മോതിരം എന്ന് പറയുന്നിടം വരെ സൈഡിലേക്കും, അണിഞ്ഞു കാണണം ഭഗവാനെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നേരെ തിരിഞ്ഞും വരണം. ഇത്രയും നമുക്കൊന്ന് കളിച്ച് നോക്കാം. 1 2 3 സ്റ്റാർട്ട്. കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അണിഞ്ഞു കാണേണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്ത ചുവട്. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി പുലർന്നതേ. കണ്ട, അവിടെ സാധാരണ 8 ചുവട് എടുക്കുന്ന പോലല്ല, ഒരു താളത്തിനൊത്ത് വേണം നമ്മളൊന്ന് എടുക്കാൻ. ശ്രദ്ധിച്ചേത് നോക്കിക്കേ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി പുലരൂതി കിലുകിലേനാന തനനന്നാന തനനന്നാന തനനന്നാ. കണ്ട, ആ താളത്തിനൊന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. 1
2 3 4 വരെ എങ്ങനെയാ പതിയെ. പിന്നെ 5 6 7 മാത്രം എങ്ങനെ വരും സ്പീഡിൽ വരും. അതുപോലെ ഇപ്പുറത്തോട്ട് 1 2 3 4 വരെ പതിയെ. 5 6 7 എങ്ങനെ വരും സ്പീഡിൽ വരും. ക്ലിയർ ആണോ? ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ വരെ നമ്മൾ ഞാൻ പാടുന്നതിന് ചെറിയൊരു തെറ്റുണ്ട്. അതായത് ഒരു ലൈൻ 2 പ്രാവശ്യം വെച്ചാണ് കേട്ടോ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജ പുലർക്കാലേ പാടി കുഴലൂതി. മലർമാതിൻ കാന്തൻ വസുദേവാത്മജ പുലർക്കാലേ പാടി കുഴലൂതി. ക്ലിയർ ആണോ? ഇനി എല്ലാവരും അകത്തേക്ക് കയറും. കിലുകിലേ പാടും അണിഞ്ഞും കാഞ്ചന ചിരവിട്ടോടിവ കണി കാണാൻ. സിമ്പിളാ. 1 2 3 1 2 3 1 2 3 4 5 6 ഇപ്പോഴേ എത്താവുള്ളൂ. നോക്കിക്കേ. ഇപ്പോഴേ എത്താവുള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ചോടം നോക്കിക്കോണേ. ഒരു വെറൈറ്റി ചോടാണേ. 1 നമ്മൾ സൈഡിലോട്ട് നടക്കുക. 1 2 3 ഒരു കൊട്ട് കൊട്ടിയിട്ട് നമ്മളെ വട്ടത്തിൻ്റെ അകത്തേക്ക്, അതായത് നമ്മുടെ വലത്തേ കൈ അകത്തേക്ക് വരുന്ന രീതി മോഹൻലാൽ തിരിഞ്ഞുള്ളത് ഇങ്ങനെ തിരിഞ്ഞ് ഒരു കൊട്ടും കൂടെ കൊടുക്കും. പിന്നെ ഇടത്തേക്കാലും മുൻപോട്ട് വയ്ക്കും. 1 പിന്നെ വലത്ത് ഇടത്ത് കൊണ്ടൊരു കൊട്ട് കൊട്ടിയിട്ട് വട്ടത്തിനകത്തോട്ട് തിരിയുന്ന രീതി നിന്നിട്ട് അപ്പുറത്തെ കാലം കൊട്ടി കൊടുക്കും. അങ്ങനെ നോക്കിക്കേ. 1 എൻ്റെ കൂടെ നടക്കുക. 1 2 3 4 5 1 2 3 4 5. ക്ലിയർ ആണോ? പാട്ടിലൂടെ നമുക്ക് നോക്കാം. മലർമാടിൻ കാന്തൻ വസുദേവാത്മജ പുലർക്കാലേ പാടി കുഴലൂതി. കിലുകിലേ പാടും തിരയും കാഞ്ചന ചിറങ്ങിട്ടോടിവ കണി കാണാൻ. അതായത് എന്താ പറയുന്നത്, കൃത്യം നമുക്ക് എണ്ണം പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ആ താളത്തിന് വേണം നമ്മളത് കളിച്ചെടുക്കണം. ഈ പാട്ട് പൊതുവെ ഒരു താളത്തിനൊരു ചെറിയൊരു പ്രശ്നമുള്ള പാട്ടായതുകൊണ്ടാണ് കേട്ടോ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇതേതവിടെ പശുക്കളെ മേച്ചു നടക്കുമ്പോൾ പശുക്കളെ മേച്ചു നടക്കുമ്പോൾ. ഒരു കൈക്ക് ഒരു ചോടുമില്ല. കൈ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. ഇങ്ങനെയല്ല, തളർത്തി അങ്ങ് ഇട്ടാൽ മതി. ഇനി കാണും നേരം, പിന്നെ ഏതാ കണി കാണും നേരം കളിച്ചങ്ങ് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നത് 3 സ്റ്റാൻസ വരെയുള്ള സ്റ്റെപ്പുകളാണ് ഞാനിപ്പോൾ ഇട്ട് തന്നേക്കുന്നത്. ഓക്കെ, നിങ്ങളെൻ്റെ മുഖമൊക്കെ ഒന്ന് നോക്കൂ. ഭയങ്കര ചൂടാണ് ഇവിടെ. അതിൻ്റെ കൂടെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത ചൂട്. എന്തായാലും കണി കാണും നേരം എന്ന് പറയുന്ന പാട്ടിൻ്റെ 3 സ്റ്റാൻസയുടെ ചോടുകളാണ് ഞാൻ ഇട്ട് തന്നേക്കുന്നത്. ഒരു ഇച്ചിരി ബുദ്ധിമുട്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല താളബോധം ഉണ്ടെങ്കിൽ മാത്രം കളിക്കാൻ പറ്റുന്നവരാണ് കണി കാണും നേരം. എന്നാലും വിഷു ആയതുകൊണ്ടാണ് ഞാനിത് മൊത്തത്തിലൊന്ന് ഇട്ട് തന്നേക്കുന്നത് കേട്ടോ. സ്റ്റെപ്പ് എല്ലാവരും ഒന്ന് പഠിച്ചു നോക്കൂ. എന്താ പറയുക, എല്ലാവർക്കും കളിക്കാൻ പറ്റട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.